Naik. If not, then you may proceed, sir. Thank you. അസ്സലാമു അലൈക്കും ഡോക്ടർ നായിക്. ഞാൻ നിവേദ് അഹമ്മദ് ഖാൻ, ഒരു സർജനാണ്. നല്ലൊരു സർജനാവാൻ നല്ല പരിശീലനം ലഭിക്കണം. അതുപോലെ ഇസ്ലാമിക പ്രബോധനം അഥവാ ദഅവത്ത് ചെയ്യാൻ പരിശീലനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? സഹോദരൻ ഒരു സർജനാണ്. സർജനാകാൻ അദ്ദേഹത്തിന് പരിശീലനം വേണ്ടി വന്നു. ദഅവത്തിനും അതുപോലെ പരിശീലനം വേണ്ടേ എന്നാണ് ചോദ്യം. അതെ, വേണം സഹോദര. സ്വഹീഹ് ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വചനമെങ്കിലും എത്തിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഒരു വചനമെങ്കിലും അറിയാമെങ്കിൽ അതെങ്കിലും എത്തിക്കൂ. ഞാൻ ദീദാത്തിനെ പോലെയായിട്ട് ദഅവത്ത് നടത്താമെന്ന് പറഞ്ഞാൽ ആ സമയം ഒരിക്കലും വരില്ല. സർജറി, ശസ്ത്രക്രിയ നടത്താനുള്ള നിബന്ധന ബിരുദം വേണമെന്നതാണ്. വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുക്കാതെ നിങ്ങൾ ശസ്ത്രക്രിയ ചെയ്താൽ നിങ്ങളെ ജയിലിലടക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്രകാരം നിങ്ങൾക്ക് ഒരു വചനമെങ്കിലും ശരിയായിട്ടറിയാമെങ്കിൽ അത് ദഅവത്ത് ചെയ്യണം. അതുപോലെ വൈദ്യശാസ്ത്ര മേഖലയിൽ MBBS, അത് കഴിഞ്ഞാൽ MD, അത് കഴിഞ്ഞാൽ DM, MS, MCH, ഇങ്ങനെ നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾ കൂടുതൽ പ്രാവീണ്യമുള്ളയാളാകും. സർജറി പഠനത്തിന് വിദ്യാലയ പഠനം കഴിഞ്ഞ് കുറഞ്ഞത് 6-7 വർഷം എടുത്തു കാണുമല്ലേ? ദഅവത്തിനായി എത്ര സമയം ചെലവഴിച്ചു കാണും? എഞ്ചിനീയർ ആകാൻ 4 വർഷം, ഡോക്ടറാകാൻ 5 വർഷം ചെലവഴിക്കുവാൻ സമയമുണ്ട്. ദഅവത്ത് തൊട്ട് തലേന്ന് രാത്രി പരിശീലിക്കും. ഒരു രാത്രി കൊണ്ട് വിദ്വാനാകാൻ സാധിക്കില്ല. കുറഞ്ഞത് വായ തുറക്കൂ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് വിക്കുള്ളവനായിരുന്നു. യൗവനത്തിലും വിക്കുണ്ടായിരുന്നു. എന്റെ പേര് ചോദിച്ചാൽ സാക്കിർ എന്ന് പറയുമായിരുന്നു. അതായിരുന്നു ഞാൻ. ഷെയ്ഖ് അഹമ്മദ് ദീദാത്തിനെ കണ്ടപ്പോൾ എനിക്ക് പ്രചോദനമായി. ഞാൻ ദഅവത്ത് ചെയ്തു തുടങ്ങി. ഞാൻ അമുസ്ലിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിക്ക് വരില്ലായിരുന്നു. സാധാരണ വ്യക്തികൾ അരങ്ങിൽ വന്നാൽ വിക്കും. സ്വപ്നത്തിൽ എനിക്ക് നല്ലൊരു സർജനാവുന്നതിനെ പറ്റി മാത്രമേ സ്വപ്നം കാണുവാൻ സാധിച്ചിരുന്നുള്ളൂ. സ്വപ്നത്തിൽ എന്തും വിചാരിക്കാമല്ലോ. 25 പേരുടെ മുമ്പിൽ സംസാരിക്കുന്നത് എനിക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഇന്ന് ഞാൻ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി 1000, 10,000, 1 മില്യൺ പേരുടെ മുമ്പിൽ പോലും ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്. എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദഅവത്ത് ചെയ്യുവാൻ വളരെ സാധ്യത കുറഞ്ഞ ആളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ജിഹാദ് ചെയ്തു. ജിഹാദ് എന്നാൽ പരിശ്രമിക്കുക എന്നാണ്. ഞാൻ വാളെടുത്തിട്ടില്ല. ഞാൻ പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്തപ്പോൾ അള്ളാഹു വഴി എളുപ്പമാക്കി തുറന്നു തന്നു. അള്ളാഹു ഖുർആനിൽ അധ്യായം 20:69 പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചാൽ അള്ളാഹു വഴി എളുപ്പമാക്കി തരും. അൽഹംദുലില്ലാഹ്. ഞാൻ ദഅവത്തിനിറങ്ങിയപ്പോൾ എന്റെ വിക്ക് പോയി. എന്നാലും പലപ്പോഴും ഞാൻ അരങ്ങിന് പുറത്ത് വിക്കാറുണ്ട്. അരങ്ങിൽ അൽഹംദുലില്ലാഹ് ഞാൻ വിക്കാറില്ല. അതൊരു അത്ഭുതമാണ്. ദീദാത്തിൽ നിന്നും പ്രചോദനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ കാസറ്റിൽ കണ്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സംസാരിക്കുന്തോറും അള്ളാഹുവിന്റെ സഹായം വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തി. ഞാനൊരു നല്ല സർജനായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തില്ലായിരുന്നു. ശരിയല്ലേ? ഈ ചെറിയ പ്രായത്തിൽ അള്ളാഹു എനിക്ക് തന്ന ബഹുമാനം വളരെ വലുതാണ്. എന്നെ കാണാൻ പരിശ്രമിക്കുന്ന ആളുകൾ, ഞാൻ കാണാറുള്ളവർ, ഷെയ്ഖുകൾ, രാജാക്കന്മാർ, മന്ത്രിമാർ, അൽഹംദുലില്ലാഹ്. ഞാൻ പ്രശസ്തനാവാൻ വേണ്ടി ഒരിക്കലും ദഅവത്ത് ചെയ്തിട്ടില്ല. വൈദ്യശാസ്ത്രം വളരെ മഹത്വമുള്ളത് ആയതുകൊണ്ടാണ് ഞാനത് പഠിക്കുവാനായി തിരഞ്ഞെടുത്തത്. അതിനേക്കാൾ മഹത്വമുള്ളതുകൊണ്ടാണ് ഞാൻ ദഅവത്തിന്റെ മേഖല തിരഞ്ഞെടുത്തത്. അതിലൂടെ ശരീരത്തിന്റെ ഡോക്ടറിൽ നിന്നും ഞാൻ ആത്മാവിന്റെ ഡോക്ടറായി മാറി. സാധാരണ ജനങ്ങൾ എന്റെ പരിപാടിയിൽ പങ്കെടുക്കും, കൈയടിക്കും. അതോടുകൂടി എല്ലാം തീർന്നു. അടുത്ത ദിവസം വീണ്ടും പഴയതുപോലെ ജോലിക്ക് പോകും. ദഅവത്ത് ചെയ്യില്ല. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഏതെങ്കിലും ഭാഗം പറയണ്ടേ? കുറഞ്ഞത് 10, 5, 2% കൊണ്ടെങ്കിലും തുടങ്ങും. നിങ്ങൾ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. ഞാൻ ദഅവത്തിന്റെ കോഴ്സിനൊന്നും പോയിട്ടില്ല. ആരും എന്നെ പരിശീലിപ്പിച്ചിട്ടില്ല. അള്ളാഹു എന്നെ സഹായിച്ചു. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒന്നും സാധ്യമല്ല. പക്ഷെ ബോംബെയിൽ ദഅവ പരിശീലന കോഴ്സുകളുണ്ട്. ചെറിയ കോഴ്സാണ്. 30-40 ദിവസം വരെയാണ് കാലാവധി. ഞങ്ങളുടെ സംഘടനയിലെ എല്ലാ പ്രഭാഷകർക്കും അധ്യായത്തിന്റെ അക്കവും വചനത്തിന്റെ അക്കവും ബൈബിളും ഭഗവത്ഗീതയും ഹദീസും എല്ലാം ഉദ്ധരിക്കുവാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്. ആദ്യം അള്ളാഹുവിന്റെ സഹായം വേണം. കഠിനാധ്വാനം നിങ്ങൾ ചെയ്യണം. തന്ത്രം ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ തന്ത്രത്തിന്റെ പ്രാധാന്യം വളരെ കുറച്ചു മാത്രമാണ്. പക്ഷെ നിങ്ങൾ വിദ്വാനാകാൻ കാത്തു നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്തറിയാമോ അത് വെച്ച് തുടങ്ങുക. ബാക്കി അള്ളാഹു സഹായിക്കും. ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്റെ അടുത്തൊരു